ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും അധികം നമ്മുടെ ലോകത്ത് ചർച്ചയാവുന്നൊരു വാർത്ത എന്ന് പറയുന്നത് റഷ്യയുടെ ഇന്റലിജൻസിന്റെ ലീക്കായ ചില ഡോക്യുമെന്റുകളാണ്. റഷ്യൻ ഇന്റലിജൻസിന്റെ ഡോക്യുമെന്റുകളിൽ ചൈനയെ ഒരു ശത്രുവായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അതായത് FSB എന്ന് പറയുന്ന റഷ്യയുടെ ഇപ്പോഴത്തെ ഇന്റലിജൻസ് ഏജൻസി, KGB പുതിയ രൂപം, ഇവര് കളക്ട് ചെയ്തിട്ടുള്ള കുറെ ഡേറ്റകളിൽ നിന്ന് ഇവർക്ക് മനസ്സിലായത് ചൈന എന്ന് പറയുന്നത് റഷ്യയുടെ സുഹൃത്തല്ല, മറിച്ച് ശത്രുവാണ് എന്നാണ്. ഇത് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റുകൾ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ്സിൽ പറയുന്നതനുസരിച്ച് റഷ്യ ചൈനയെ ഒരു മേജർ ഇന്റലിജൻസ് ത്രെട്ടായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, ഒരു ശത്രു രാജ്യമായിട്ടാണ് ചൈനയെ ബ്രാൻഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, മുമ്പ് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. റഷ്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം അത് പുറമേ കാണുന്ന ഒന്നും അമേരിക്കയെയും അമേരിക്കൻ ചേരിയെയും നേരിടാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒന്നും മാത്രമാണ്. ഈ സൗഹൃദത്തിനെ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സൗഹൃദത്തിന് ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു കെട്ടുറപ്പ് കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. എന്ന് വെച്ചാൽ പുറമേ കാണുന്ന ഒരു സൗഹൃദമാണ്, ഈ കാണുന്നത് പോലെയുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല എന്ന് കാണാൻ കഴിയും. റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഇതിനെക്കുറിച്ച് പലപ്പോഴായി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതുമാണ്. എന്തായാലും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ നമ്മുടെ സംശയങ്ങൾ, അതായത് ഒരുപാട് കാലമായി കുറേ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതായത് റഷ്യ ചൈനയെയും ചൈന റഷ്യയെയും യഥാർത്ഥത്തിൽ ഒരു ശത്രു എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ശത്രുവിന്റെ ശത്രുമിത്രം എന്ന ഒരു തത്വമാണ് ഇവരുടെ സുഹൃത്ത് ബന്ധം. അതായത് അമേരിക്ക ചൈനയുടെയും ശത്രുവാണ്, അമേരിക്ക റഷ്യയുടെയും ശത്രുവാണ്. അപ്പൊ ഈ വെസ്റ്റിനെതിരായ ഒരു കൂട്ടുകെട്ടെന്ന നിലയ്ക്കാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ ഇന്ത്യയെ അവരുടെ ഏറ്റവും അടുത്ത പാർട്ട്ണറായും സുഹൃത്തായും കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്. അതിന് ചരിത്രപരമായി തന്നെ പരിശോധിച്ചാൽ ചതിയുടെയും വഞ്ചനയുടെയും ഒന്നും പശ്ചാത്തലമില്ല. തികഞ്ഞ വിശ്വാസയോഗ്യമായ സൗഹൃദമാണ്. എന്നാൽ ചൈനയും റഷ്യയും തമ്മിൽ അങ്ങനെയല്ല. അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രവുമുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോ എന്താണ് നമ്മുടെ റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി ചൈനയെ കുറിച്ച് കണ്ടെത്തിയിരിക്കുന്നത്? ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ടെക്നോളജികൾ മോഷ്ടിക്കുക എന്ന കാര്യമാണ്. റഷ്യൻ ടെക്നോളജികൾ മോഷ്ടിച്ച് ചൈനയുടേതായ പേരിൽ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. റഷ്യൻ ആയുധങ്ങൾ പരിഷ്കരിച്ച് പുതിയ ആയുധങ്ങളാണ് ചൈനയുടേതാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. എന്നിട്ട് റഷ്യയുടെ മാർക്കറ്റ് തന്നെ പിടിച്ചെടുക്കുന്നു. ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൽ കുറേയൊക്കെ റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലൈസൻസോട് കൂടി മാനുഫാക്ചർ ചെയ്യാനൊക്കെയുള്ള അനുമതിയൊക്കെ റഷ്യ കൊടുത്തിരുന്നു, പല യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ. എന്നാൽ പിന്നീട് ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ റഷ്യയുടെ ടെക്നോളജി മോഷ്ടിക്കാൻ തുടങ്ങി. ചൈന ബേസ് ചെയ്തുകൊണ്ടുള്ള ഹാക്കർമാരും ചൈനീസ് ഇന്റലിജൻസ് ഏജൻസിയും റഷ്യൻ ടെക്നോളജി അമേരിക്കയിൽ നിന്നും വെസ്റ്റിൽ നിന്നുമൊക്കെ ഒരു മോഷ്ടിച്ചതുപോലെ റഷ്യയിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ പണ്ട് തന്നെ ഈ റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് കിട്ടുകയും അവരത് പുടിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പുടിന് സീരിയസ്ലി തന്നെ ഈ ചൈനയുമായിട്ടൊരു നീരസമുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ S-400 സപ്ലൈ നിർത്തിവെക്കുന്നത് വരെ കാര്യങ്ങളെത്തി. അത് പുറത്ത് വളരെയധികം ചർച്ചയാകാതെ നോക്കാൻ റഷ്യ ശ്രദ്ധിച്ചു. കാരണം റഷ്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അമേരിക്കയും യൂറോപ്പും അത് മുതലെടുക്കുമെന്ന് നന്നായിട്ട് ഈ പുടിൻ അറിയാം. ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ അതുകൊണ്ട് പുടിൻ ശ്രദ്ധിച്ചു. പക്ഷേ പുടിന് നീരസമുണ്ടായി. കാരണം റഷ്യൻ സൈറ്റുകൾ തന്നെ ഹാക്ക് ചെയ്യുക, ഇത് ഒട്ടും റഷ്യക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറെ കാലം അങ്ങനെ S-400 സപ്ലൈ നിർത്തിവെക്കുക പോലും ഉണ്ടായി. ഇതിന് ശേഷം ചൈന ചെയ്ത മറ്റൊരു പണി എന്ന് വെച്ചാൽ, ഈ റഷ്യയുടെ മിലിറ്ററിയിലും ഇന്റലിജൻസ് ഏജൻസിയിലും റിസർച്ച് ഓർഗനൈസേഷൻസിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ റിട്ടയർഡ് ആവും. ഈ റിട്ടയർഡ് ആവുന്ന ആൾക്കാരെ പതിയെ ചാക്കിട്ട് പിടിക്കും. ചാക്കിട്ട് പിടിച്ച് നൈസായിട്ട് ഇവർ എന്ത് ചെയ്യും, നേരെ ചൈനയിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇവരുടെ സേവനം ചൈന ഉപയോഗപ്പെടുത്തും. ഉദാഹരണത്തിന് റഷ്യയുടെ ഏതെങ്കിലും ഒരു റിസർച്ചിന്റെ ഭാഗമായിരുന്ന സയന്റിസ്റ്റുകൾ അവരെ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ വലിയ തുക ഓഫർ ചെയ്തിട്ട് ജോലികൾ വാഗ്ദാനം ചെയ്തിട്ട് ചൈന അവരെ ഹയർ ചെയ്യും. നേരെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഇതിലൂടെ റഷ്യൻ ടെക്നോളജികൾ തന്നെ ചൈനയും എന്ത് ചെയ്യും, മനസ്സിലാക്കിയെടുക്കും. അതുപോലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ മറ്റു പല ജോലികളുടെയും പേരിലാണ് ഹയർ ചെയ്യുന്നത്. പക്ഷെ പ്രധാനമായിട്ടും ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പണിയാണ് ചൈന ചെയ്യുന്നത്. ഈ റഷ്യൻ മിലിറ്ററിയിലുള്ള ഉദ്യോഗസ്ഥര്, അങ്ങനെ റഷ്യയുടെ ഒഫീഷ്യലായിട്ട് പല പോസ്റ്റുകളിലും ഇരുന്ന ആൾക്കാർ റിട്ടയർഡ് ആകുമ്പോൾ ചാക്കിട്ട് പിടിക്കുന്ന പണി
ഇത് വളരെയധികം പുടിന് അസംതൃപ്തി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഇത് നേരിട്ട് തടയാൻ പുടിൻ പരാജയപ്പെട്ടു. കാരണം ചൈനയുമായിട്ടുള്ള സൗഹൃദം താൽക്കാലികമായിട്ടെങ്കിലും റഷ്യക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട്. ചൈന ചെയ്ത മറ്റൊരു കാര്യം, ഈ യുവാക്കളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ വന്നിട്ട് പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അതേസമയത്ത് ചൈനയിൽ നിന്നുള്ള യുവതികൾ റഷ്യയിൽ വന്നിട്ട് ഇവിടെയുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു. ഇവർ ഈ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ പലരും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവര്, മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവര്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ തന്നെ തെരഞ്ഞെടുത്ത് പ്രണയിക്കുന്നത് തികച്ചും സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്ന് ആദ്യം തോന്നിയെങ്കിലും ഈ ഒരു പാറ്റേൺ പിന്നീട് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി പരിശോധിച്ചപ്പോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഇതിന്റെ പുറകിലുണ്ടെന്ന് അവർക്ക് തോന്നി. എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നവരാണ് ഈ ചൈനക്കാരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. ചൈനയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം വളരെ വളരെ പേരുകേട്ട സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ നേരിട്ട് ഗവൺമെന്റിന് അതിനെയൊന്നും തടയാനും പറ്റില്ല. കാരണം ആളുകൾക്കിടയിൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസിക്ക് ഇത് പുടിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലും ഇത് ഗ്രൗണ്ട് ലെവലിൽ ഇതിനെ തടയുക അത്ര എളുപ്പമല്ല. രണ്ടുപേര് പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ അതിനെ തടയാൻ പറ്റും? ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ബാൻ കൊണ്ടുവരാൻ പറ്റുമോ? ചൈനക്കാരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ ബാധിക്കും, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. അപ്പൊ ഇത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് ഇവർ കാണുന്നുണ്ട്. ചൈന ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഒരു തന്ത്രമാണ്. ഇതിലൂടെ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, പരമാവധി നേടിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, റഷ്യൻ ആയുധങ്ങളെ കൗണ്ടർ ചെയ്യാനായിട്ട് ഈ യുക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടി വലിയൊരു ടീമിനെ തന്നെ ചൈന നിലനിർത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ റഷ്യയുടെ ആയുധശേഷി മനസ്സിലാക്കാനും വെസ്റ്റിന്റെ ആയുധശേഷി മനസ്സിലാക്കാനും. ഇത് പുടിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഏതാണ്ട് 20,000-ലധികം റഷ്യൻ സ്റ്റുഡൻസ് ചൈനയെ പഠിക്കുന്നുണ്ട്. ഇവരെ ചൈന ചാക്കിട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചൈന ചെയ്യുന്ന പല പ്രവൃത്തികളും കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ഈ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു സുഹൃത്ത് രാജ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല ചൈന ചെയ്യുന്നത്. ചൈന റഷ്യയെ കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. റഷ്യയുടെ സൈനിക നീക്കങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആയുധശേഷി, ടെക്നോളജി, റഷ്യയിൽ വലിയ രീതിയിൽ ആക്റ്റീവായിട്ട് ചൈനീസ് ഇന്റലിജൻസ് ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. ഇതെന്തിനാണ് എന്ന് അവർ കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഭാവിയിൽ റഷ്യയുമായിട്ട് ചൈന ഒരു സംഘർഷം മുന്നിൽ കാണുന്നുണ്ട്. അവിടെയാണ് ചൈനയെ ഒരു എതിരാളിയായിട്ട് അല്ലെങ്കിൽ ശത്രുവായിട്ട് ഈ ഇന്റലിജൻസ് ഏജൻസി ഇപ്പോൾ കണക്കാക്കുന്നത്. അത് സൂചിപ്പിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ അമേരിക്ക ബുദ്ധിപരമായിട്ട് പുറത്തുവിട്ടത്. അതും മറ്റ് ചില ഹാക്കിംഗ് ടീമുകളെ യൂസ് ചെയ്തുകൊണ്ടാണ് പുറത്തുവിട്ടത്. ന്യൂയോർക്ക് ടൈംസിലൂടെ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയെയും റഷ്യയെയും തമ്മിലടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ പണി അമേരിക്ക ചെയ്തത് എങ്കിലും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചൈന റഷ്യയെയും റഷ്യ ചൈനയെയും അങ്ങനെ വലിയ സുഹൃത്തുക്കളായിട്ടൊന്നും കാണുന്നില്ല എന്ന്. പക്ഷെ ഇന്ന് അതൊരു ഡോക്യുമെന്റിന്റെ രൂപത്തിൽ പുറത്തു വന്നു എന്ന് മാത്രം. ഈ റഷ്യയുടെ കൈവശം ഇരിക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഒരു കാലത്ത് ക്യുങ് രാജവംശ കാലഘട്ടത്തിൽ ചൈനയുടേതായിരുന്നു. അന്ന് ക്യുങ് രാജവംശം ഒന്ന് ദുർബലമായ സമയത്ത് റഷ്യൻ രാജാവ് എന്ത് ചെയ്തു, ചക്രവർത്തി എന്ത് ചെയ്തു, ആ പ്രദേശങ്ങൾ തന്ത്രപരമായിട്ട് ക്യുങ് രാജവംശത്തിൽ നിന്ന് നേടിയെടുത്തു. അപ്പൊ ഇത് ഒരിക്കലും ശരിയല്ല. അത് സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ റഷ്യ തങ്ങളെ ചതിച്ച് നേടിയതാണെന്നാണ് ഇന്നത്തെ ചൈനക്കാർ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ചൈനീസ് നാഷണലിസ്റ്റുകൾ. ഇങ്ങനെ ചൈനയ്ക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ഔട്ടർ മഞ്ചൂരിയ. ഈ ഔട്ടർ മഞ്ചൂരിയ എന്ന് പറയുന്നത് റഷ്യ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇത് റഷ്യൻ മഞ്ചൂരിയ എന്നും പറയപ്പെടുന്നുണ്ട്. റഷ്യയുടെ ഫാർ ഈസ്റ്റ് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇത് ഏകദേശം 9,10,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ പ്രദേശമാണ്. ഇത് ഒരു കാലത്ത് ചൈനയുടേതായിരുന്നു. ഇത് ക്യുങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് റഷ്യൻ എംപയറിന്റെ ഭാഗമായിട്ട് മാറുന്നത്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യയും ചൈനയും തമ്മിൽ 2 ട്രീറ്റികൾ സൈൻ ചെയ്തു. ട്രീറ്റി ഓഫ് ഐഗുൺ 1858-ഉം ട്രീറ്റി ഓഫ് പേക്കിംഗ് 1860-ഉം. ഇതനുസരിച്ച് ഏകദേശം 10 ലക്ഷം അഥവാ 1 മില്യൺ സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് റഷ്യയുടേതായിട്ട് മാറുന്നത്. ഔട്ടർ മഞ്ചൂരിയ എന്നൊക്കെ ഇന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം, ഇത് ചൈനയിൽ നിന്ന് റഷ്യ തട്ടിയെടുത്തതായിട്ടാണ് മാവോ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഇപ്പോഴത്തെ ചൈനീസ് നേതാക്കളും ചൈനീസ് നാഷണലിസ്റ്റുകളും ഒക്കെ കാണുന്നത്. അപ്പൊ ഈ ഔട്ടർ മഞ്ചൂരിയ എന്ന് അവർ വിളിക്കുന്ന ഈ ഒരു ഭാഗം തിരിച്ചു പിടിക്കാൻ ഒരു ലക്ഷ്യം ചൈനയ്ക്കുണ്ട്. ട്രീറ്റി ഓഫ് ഐഗുണും ട്രീറ്റി ഓഫ് പേക്കിങ്ങും ഒരു തെറ്റായ ട്രീറ്റി ആയിരുന്നുവെന്നും അത് ഏകപക്ഷീയമായിട്ട് റഷ്യയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി ആണെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത്.
ഈ റീജിയണിൽ വരുന്ന വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ ഏറ്റവും വികസിതമായ ഒരു ഏരിയ ആണ്. ഈ വ്ളാഡിവോസ്റ്റോക്ക് ഉൾപ്പെടെയുള്ള ഈ ഒരു ഫാർ ഈസ്റ്റ് റീജിയണിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൊതുവെ റഷ്യ ചൈനയെ അനുവദിക്കാറില്ല. എന്നാൽ ഇന്ത്യൻ കമ്പനികളെയും ഇന്ത്യയെയും റഷ്യ ഈ ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നുമുണ്ട്. റഷ്യയുടെ ഈ ഫാർ ഈസ്റ്റ് റീജിയണുമായിട്ട് ഇന്ത്യക്ക് നല്ല സഹകരണം ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ട് താനും. അപ്പൊ ഇവിടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ചൈന എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ മുകളിൽ ശക്തമായി കഴിഞ്ഞാൽ, സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ സൈനിക ശക്തി കാണിച്ചോ ഭാവിയിൽ ഈ ഫാർ ഈസ്റ്റ് റീജിയണിൽ വരുന്ന ഏതാണ്ട് ഔട്ടർ മഞ്ചൂരിയ എന്ന് പറയുന്ന 10 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന പ്രദേശം, ജർമ്മനിയുടെയൊക്കെ അത്ര വലിപ്പം ഉണ്ടെന്നേ. ഇന്നത്തെ ജർമ്മനിയുടെയും ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെയും അത്രയും വലിപ്പമുള്ള പ്രദേശമാണിത്. ഈ പ്രദേശം മൊത്തത്തിൽ ചൈനയുടെ ഭാഗമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് റഷ്യയുടെ നീക്കങ്ങളും ചൈന വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. അപ്പൊ ചൈനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, മാവോ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രഹസ്യ അജണ്ട എന്ന് പറയുന്നത്, ഒന്ന് 5 ഫിംഗേഴ്സ്. 5 ഫിംഗേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ടിബറ്റിന്റെ ഭാഗമായിട്ടാണ് അവര് നേപ്പാള്, ഭൂട്ടാൻ, ഇന്ത്യയുടെ ലഡാക്ക്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിങ്ങനെയുള്ള 5 പ്രദേശങ്ങളെ ഭൂട്ടാൻ എന്ന് പറയുന്ന കൈപ്പത്തിയുടെ 5 വിരലുകളായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം ഈ 5 ഫിംഗേഴ്സ് പോളിസിയുടെ കൂടെ തന്നെ അവരുടെ ഒറ്റ ചൈന നയത്തിന്റെ ഭാഗമായിട്ട് തായ്വാനെ കൂട്ടിച്ചേർക്കുക എന്നത് ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. ഇതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ അജണ്ടയാണ് കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ അവർക്ക് നഷ്ടമായ ഔട്ടർ മഞ്ചൂരിയ റീജിയൻ, ആ 10 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായിട്ടും ചൈനയുടേതാക്കി മാറ്റുക. അതായത് റഷ്യയുടെ മണ്ണിൽ ചൈനയ്ക്ക് കണ്ണുണ്ട്. ഏതോ കാലത്ത്, ഏതോ ചൈനീസ് രാജവംശത്തിന്റെ കാലത്ത് അരുണാചൽ പ്രദേശും സിക്കിമും അതുപോലെ ഈ നേപ്പാളും ഒക്കെ അവരുടെ ഇൻഫ്ലുവൻസിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ പ്രദേശങ്ങൾ അവർ ക്ലെയിം ചെയ്യുന്നത്. ആ ചൈന 19-ാം നൂറ്റാണ്ടിൽ, അതായത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കോ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്കോ മുമ്പ് നടന്നൊരു കാര്യമാണല്ലോ. 1858 എന്ന് പറയുമ്പോൾ ഒരു 150 വർഷത്തെ കാര്യം നമുക്ക് എടുക്കാം. ആ 150 വർഷം മുമ്പ് റീസെന്റ് ആയിട്ട് നടന്ന ഒരു കാര്യത്തെ കണ്ടില്ല എന്ന് നടിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? റഷ്യ അനധികൃതമായിട്ടാണ് ഈ പ്രദേശങ്ങൾ വച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും ചൈന വിശ്വസിക്കുന്നത്. പക്ഷേ അമേരിക്കയെയും യൂറോപ്പിനെയും നേരിടാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് റഷ്യയുടെ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ റഷ്യയുടെ കൂടെ നിന്ന് ശക്തി നേടുക, ശക്തി നേടിയതിനു ശേഷം ഈ വരം കൊടുത്ത അവസ്ഥയാണ്, ശിവന് വരം കൊടുത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ഭസ്മാസുരന്, ആ അവസ്ഥയിലേക്ക് റഷ്യയുടെ സഹായത്തോടെ ശക്തി നേടിയിട്ട് റഷ്യയെ തന്നെ തകർത്ത് തങ്ങൾക്ക് നഷ്ടമായി എന്ന് അവർ കരുതുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ചൈനയുടെ ദീർഘകാലത്തെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അത് റഷ്യ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.